ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഇതുവരെ ക്രിസ്മസ് കാർഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ക്രിസ്മസ് കാർഡ്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കാർഡല്ല നമ്മൾ ചെയ്യുന്നത്, 3 കാർഡ്സ് ആണ് കേട്ടോ. അതും 3 ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള കാർഡ്സുകളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇത് കാർഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ റെഡ് കളർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. അതും കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു സ്കെയിലും പെൻസിലും എടുത്തിട്ട് ഒരു ഹാഫ് സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഓരോ ഡോട്ട്സുകൾ ഇതിൻ്റെ മുകളിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ സ്യൂ ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തതാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു നീഡിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്യൂ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹോൾസൊക്കെ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ത്രെഡാണ്, ഒരു ഗ്രീൻ കളറുള്ള ത്രെഡാണ്. നമ്മൾ ക്രിസ്മസ് ട്രീ അല്ലേ, അപ്പോൾ ഒരു ഗ്രീൻ കളറിനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ കളറുള്ള ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ത്രെഡ് എന്ന് പറയുന്നത് എംബ്രോയ്ഡറി ത്രെഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൂളൻ ത്രെഡ് യൂസ് ചെയ്യാം, ബട്ട് ഈ നമ്മൾ ഇട്ടിട്ടുള്ള ഹോള് ഭയങ്കര ചെറുതായതിനെക്കൊണ്ട് നിങ്ങൾക്ക് അത് സ്യൂ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ എംബ്രോയ്ഡറി ത്രെഡാണ് ഒന്നും കൂടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ സ്യൂ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഇതിൽ വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചു പോയത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ റൈറ്റ് സൈഡത്തെ ഏറ്റവും താഴത്തെ ഹോളിൽ നിന്നും നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഏറ്റവും ടോപ്പിലെ ഹോളിലേക്ക് നമ്മളത് സ്യൂ ചെയ്യാം ഒരു റൗണ്ട്. എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലെ താഴത്തേൻ്റെ തൊട്ട മുകളിലുള്ള ഹോളിൽ നിന്നും ലെഫ്റ്റ് സൈഡിലെ മുകളിലത്തെ രണ്ടാമത്തെ ഹോളിലേക്ക് സ്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. പിന്നെ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ ലാസ്റ്റ് മനസ്സിലായിക്കോളും. പിന്നെ നമ്മുടെ ഈ സ്റ്റെമ്മിൻ്റെ പാർട്ടിന്, അതായത് നമ്മുടെ ആ ക്രിസ്മസ് ട്രീൻ്റെ ട്രങ്കിൻ്റെ പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ ഗ്രോസറീസ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബ്രൗൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ചുരുട്ടിക്കായിട്ട് ഒരു എന്താ പറയുക ഒരു വുഡൻ ടെക്സ്ചറൊക്കെ ആക്കിയിട്ട് അവിടെ നൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടോപ്പിംഗ് സ്റ്റാറും കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ഈ കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം, തമ്മിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ ഇതുപോലെ വൈറ്റ് പാർട്ടായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മെസ്സേജസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു റെഡ് കളറുള്ള പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് അത് രണ്ടും കൂടെ ഒട്ടിച്ച് ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് മേരി ക്രിസ്മസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ ഈ ഗ്യാപ്പ് വിട്ടത് ഇതിന് വേണ്ടിയിട്ടാട്ടോ. അതായത് നമ്മുടെ അകത്ത് എഴുതിയിട്ടുള്ള മെസ്സേജ് പുറത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അകത്ത് കുറച്ചും കൂടെ ഞാൻ മെസ്സേജസ് എഴുതി കൊടുക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ഈ മേരി ക്രിസ്മസ് മാത്രമേ നമ്മൾ ഈ ക്രിസ്മസ് ട്രീൻ്റെ ഉള്ളിലൂടെ നമുക്ക് കാണുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ടപ്പം ഭയങ്കര ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്നോ ഫ്ലേക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഒരു കാർഡാണ് കേട്ടോ. ആ സ്യൂ ചെയ്യുന്ന ഒരു പാർട്ട് ഒഴികെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇഷ്ടമായില്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാർഡ് നോക്കാം. ഞാൻ ചെയ്തതിൽ വെച്ച് കുറേ ടൈം എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാർഡും കൂടെയാണ് കേട്ടോ അത്. പക്ഷേ സംഭവം നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊരു പോപ്പപ്പ് കാർഡാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് ഇതുപോലെ ഒരു കട്ടിയുള്ള ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് വൈറ്റ് പേപ്പർ വെച്ച് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ഗ്രീൻ കളർ പേപ്പറിന് പകരം ഒരു ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു പേപ്പർ എടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ഈ കാർഡിലേക്കുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് ആ പേപ്പർ കംപ്ലീറ്റ് ഒന്നിങ്ങനെ മടക്കി നമ്മളിങ്ങനെ സിഗ്സാഗ് ആക്കി മടക്കി എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പോപ്പപ്പ് ആയിട്ട് വരുന്ന ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് 4 സൈസിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതുപോലെ ഒരു കാർഡ് ബോർഡിൻ്റെ തന്നെ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള കാർഡിൻ്റെ തന്നെ ഒരു സ്ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെന്താ ഒരു സ്നോ ഫ്ലേക്കും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്നോ ഫ്ലേക്ക് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ സംഭവമൊന്നുമില്ല, ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് അത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയിട്ട് ഏറ്റവും ലാസ്റ്റത്തെ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടി സ്നോ ഫ്ലേക്കിൻ്റെ പിക്ചർ അതിലേക്ക് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ നമ്മളതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നില്ല, ജസ്റ്റ് ബ്രീഫായിട്ടേ കാണിക്കുന്നുള്ളൂ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ സ്നോ ഫ്ലേക്ക് അതിനെക്കൊണ്ട് ഒരുപാട് പണി പെട്ടിട്ടാട്ടോ അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ കുഞ്ഞു സ്നോ ഫ്ലേക്സ് ഞാനൊരു പേപ്പർ പഞ്ച് യൂസ് ചെയ്തിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തിട്ട് വെച്ചിട്ടുള്ള ആ കാർഡ് ബോർഡിൻ്റെ പീസ് ഉണ്ടല്ലോ, ചെറിയ സ്ട്രിപ്പ്, അത് ഈ കാർഡിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഒട്ടിച്ച് വളരെ അകത്തേക്കായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് ചേഞ്ച് ചെയ്തിട്ട് മാറ്റി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്നോ ഫ്ലേക്സ് എല്ലാം കൂടെ ഒരു യാൺ ത്രെഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് ട്രീ, അതായത് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് മാറ്റി ഒട്ടിച്ചത് നിങ്ങൾക്ക് ചിലപ്പോൾ ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും കേട്ടോ.
പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ കാർഡിൻ്റെ പുറംവശം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ക്രിസ്മസ് ട്രീൻ്റെ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ കുറച്ച് ഫോം ഷീറ്റ് സർക്കിളിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാനതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്മുടെ രണ്ടാമത്തെ കാർഡ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനും ഇതുപോലെ തന്നെ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ഞാനിതാ ഒരു വുഡൻ റിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഒരു ഷേക്കർ കാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലി കാണുന്ന കാർഡിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈറ്റാണ്. അപ്പോൾ വീണ്ടും ആ വുഡൻ റിങ് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ഇതുപോലത്തെ സർക്കിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ടർ പോർഷനും അതേപോലെ ഇന്നർ പോർഷനും വരച്ചെടുത്തിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആറ് പീസസ് കട്ട് ചെയ്തിട്ട് അതിന് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരു HP ഷീറ്റ് എടുത്തിട്ട് അതിന് നമ്മൾ വലിയ കാർഡിൽ കട്ട് ചെയ്ത ആ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അട്ടിക്ക് ഒട്ടി വെച്ചിട്ടുള്ള ആ സർക്കിളും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളെ കയ്യിലുള്ള കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷേക്കർ കാർഡാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തത് ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു സർക്കിളിൻ്റെ ആ ഭാഗം ഒന്നിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു 2 വൈറ്റ് ക്രിസ്മസ് ട്രീ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാനത് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് ആ ഭാഗം കംപ്ലീറ്റ് കവർ ചെയ്തായി. അപ്പോൾ നമ്മുടെ ഷേക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ഫ്രെയിം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ട് അതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു മേരി ക്രിസ്മസും കൂടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്മസ് ട്രീൻ്റെ സ്റ്റിക്കറും അതേപോലെ എൻ്റെ കയ്യിലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഏഞ്ചലിൻ്റെ ചാമും ഒരു സ്നോമാനെയും അതേപോലെ ഒരു റിബണും കൂടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കാർഡ് കംപ്ലീറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഈ കാർഡ് ഓപ്പണബിൾ അല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 കാർഡ്സ്. അപ്പോൾ ഈ കാർഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് ഏതാണെന്നുള്ളതും കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ക്രിസ്മസ് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോയല്ലോ. അപ്പോൾ നിങ്ങൾ കാർഡ്സൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻസ് ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.